ചില ഫുഡ് ഐറ്റംസ് നമുക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ അതിൻ്റെ കൂടെ കിട്ടുന്ന കറി സൂപ്പറാണെങ്കിൽ നമ്മൾ താനേ കഴിച്ചു പോകും. അങ്ങനത്തെ ഒരു കറി ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ കത്തിരിക്ക കണ്ടില്ലേ, അതിനെ ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോഴേ അതിൻ്റെ കറകളെല്ലാം വിട്ടു പോകുള്ളൂ. ഈ ഒരു സമയം നമുക്ക് കടുക് പൊട്ടിച്ച് അപ്പുറത്ത് സവാള വഴച്ചെടുക്കാം. സവാളയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത്രയും നേരം വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക കൂടി ഇതിലേക്കിട്ട് ഇനി കുറച്ചധികം നേരം നിന്ന് വഴറ്റണം കേട്ടോ. അടച്ച് വെച്ചിരിക്കുമ്പോൾ നന്നായിട്ട് വഴണ്ട് വരും. ആ ഒരു കത്തിരിക്കയുടെ പർപ്പിൾ കളർ മാറി വരണം, അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇനി നമ്മുടെ ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്തോളി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇതെല്ലാം ചേർത്ത് കുറച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ മസ്റ്റാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ഒരുപാട് മഴവെള്ളം പോലെ ആക്കണ്ട, ഒരു കുറുകിയിരിക്കുന്ന പരുവമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വൗ ആയതിനെ, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു ഫുഡാണ് പുട്ട്, പക്ഷേ കറി സൂപ്പർ ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ. അപ്പത്തിനോടും ചപ്പാത്തിയിലൂടെയൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ പുട്ട് ഇവിടെ ദേശീയ ഭക്ഷണമായതുകൊണ്ട് പുട്ടാണ് കിട്ടിയത്. അപ്പം ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.